ഹലോ ചങ്ങായിമാരേ, നമുക്ക് കുറച്ച് കോഴിക്കറി ഉണ്ടാക്കിയാലോ? കോഴിക്കറി നല്ല ചട്ടിയിൽ കോഴിക്കറി ഉണ്ടാക്കിയാലോ? ഞാൻ ഉള്ളി, തക്കാളി, പച്ചമുളക് മുറിച്ചു. ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ അതിലത്തേക്ക് ഉള്ളിയും പച്ചമുളകും എല്ലാം ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കാം. വറുത്തിട്ട് കുറച്ച് കഴിയുമ്പോൾ എന്താക്കാം, നമുക്ക് ഇതിൽ കുറച്ച് കറിവേപ്പില ഇടാം. കറിവേപ്പില ഇട്ടിട്ട് ഒന്നുകൂടി നല്ല വറുക്കാം. വറുത്തിട്ട് കുറച്ച് കഴിയുമ്പോൾ തക്കാളിയും ഇട്ടിട്ട് തക്കാളി മൊത്തത്തിലൊന്ന് ഒരു വാടി വേകുന്നവരെ അതൊന്ന് വേകാൻ വെക്കാം. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുക്കണ്ടേ? നമുക്ക് ഈ കല്ലില്ലേ, ഈ അമ്മിക്കല്ല് പോലത്തെ ചെറിയൊരു കല്ലുണ്ട്, അതിൽ ചതച്ചെടുക്കാം. അപ്പോൾ മിക്സിയിൽ ഇറക്കുന്നതിനോളം അമ്മിയിൽ ചതച്ചെടുക്കുന്ന ആ ഒരു ടേസ്റ്റ് വേറെ തന്നെ ആയിരിക്കും. അപ്പോൾ അതും കൂടി അതിൽ മിക്സാക്കി കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് വേകാൻ വെക്കാം. എന്നിട്ടോ നല്ല സെറ്റാകുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ കോഴി ഇട്ട് കൊടുക്കാം. കോഴി ഇട്ട് കൊടുത്തിട്ട് നല്ല ഇളക്കിയിട്ട് അതിലേക്ക് അരച്ച് വെച്ച മുളക് അരപ്പ് ഇങ്ങനെ ചേർത്തിട്ട് അതും ഒന്ന് നല്ല ഇളക്കിയിട്ട് അതും കുറച്ച് സമയം വേകാൻ വെക്കാം. ലേശം വെള്ളം വേണമെങ്കിൽ കൂട്ടാം, ആവശ്യത്തിന് വെള്ളം കൂട്ടാം. വെള്ളം കൂട്ടിയിട്ട് വേകാൻ വേണ്ടിയിട്ട് വെക്കാം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വേകുമ്പോൾ എന്താക്കാം, അതിലത്തേക്ക് വേണമെങ്കിൽ ലേശം കുരുമുളക് പൊടി ഞാൻ അധികം കുരുമുളക് പൊടി ഇട്ടിട്ട് തന്നെ ആക്കൽ. ഒന്ന് മുളയിൽ തന്നെ ആക്കാമെന്ന് വെച്ചാൽ ലേശം ഒരു കുരുമുളക് പൊടി ഇട്ടിന് ഞാൻ അതിൽ. ഇനിയിപ്പോൾ അതൊന്ന് ഇതിനൊന്ന് ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ അതിലത്തേക്ക് ഉപ്പോ മുളക് പൊടിയോ ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അതായത് ആളെ ആവശ്യം പോലെ. പിന്നെ ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് തേങ്ങ പീരങ്ങനെ. അത് വെള്ളം ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് അത് കുറച്ച് കട്ടിയാവും. കറി വെന്ത് കഴിയുമ്പോൾ നല്ല കട്ടിയായിട്ട് വരും ലാസ്റ്റ്. അപ്പോൾ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ വെന്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഗ്യാസ് ഓഫാക്കിയിട്ട് കുറച്ച് സമയം ഇങ്ങനെ വെക്കാം. അപ്പോൾ വെള്ളം ആറിയിട്ട് നല്ല കറി നല്ല എങ്ങനെ ഉണ്ട്, നല്ല ചട്ടി കോഴിക്കറി റെഡി. നല്ല അപ്പത്തിനെല്ലാം കൂട്ടാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും.